about limits at infinity and infinite limits. അപ്പോൾ ഫസ്റ്റ് ലിമിറ്റ് അറ്റ് ഇൻഫിനിറ്റി ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ലിമിറ്റ് അറ്റ് ഇൻഫിനിറ്റി ഓഫ് എ ഫംഗ്ഷൻ ആർ സിംബലൈസ്ഡ് ബൈ ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ആൻഡ് ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു മൈനസ് ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ്. അപ്പോൾ ഈ രണ്ടെണ്ണമാണ് ലിമിറ്റ് അറ്റ് ഇൻഫിനിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇത് പറയാം, limit extends to infinity f of x. But the symbol limit extends to infinity f of x refer to the value approached by f of x as x becomes arbitrarily large. എന്ന് വെച്ചാൽ ഈ സിമ്പിൾ റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ വാല്യൂ ഓഫ് എഫ് ഓഫ് എക്സ്, എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എപ്പോഴാണ് എക്സിന്റെ വാല്യൂ ആർബിട്രലി ലാർജ് ആവുമ്പോൾ ഉള്ള എഫ് ഓഫ് എക്സിന്റെ വാല്യൂ ആണ് നമ്മളിവിടെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. എക്സിന്റെ വാല്യൂ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ എക്സിന്റെ വാല്യൂ ആർബിട്രലി ലാർജ് ആവുമ്പോൾ ഉള്ള എഫ് ഓഫ് എക്സിന്റെ വാല്യൂ ആണ് നമ്മൾ ഇതിൽ ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഇനി അടുത്ത ഇതിലാണെങ്കിലോ, ലൈക്ക് വൈസ് ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു മൈനസ് ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഈസ് ദ വാല്യൂ അപ്രോച്ച്ഡ് ബൈ എഫ് ഓഫ് എക്സ് ആസ് എക്സ് ഗെറ്റ്സ് ലാർജ് ഇൻ നെഗറ്റീവ് സെൻസ്. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് നെഗറ്റീവ് സെൻസിൽ ലാർജ് ആവുമ്പോൾ എന്നുവെച്ചാൽ മൈനസ് ഇൻഫിനിറ്റി ഏറ്റവും ചെറുതാവുമ്പോൾ ഉള്ള എഫ് ഓഫ് എക്സിന്റെ വാല്യൂ, എക്സിന്റെ വാല്യൂ നെഗറ്റീവ് സെൻസിൽ ലാർജ് ആവുക എന്ന് പറഞ്ഞാൽ സ്മോൾ ആവുക, ഏറ്റവും സ്മോൾ ആവുമ്പോൾ ഉള്ള എഫ് ഓഫ് എക്സിന്റെ വാല്യൂ ആണ് ഈ ലിമിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് ലിമിറ്റുകൾ ഇവാലുവേറ്റ് ചെയ്യാനും നമ്മൾ യൂസ് ചെയ്യുന്ന റൂൾസ് നമ്മൾ മുന്നേ പഠിച്ച റൂളുകൾ തന്നെയാണ്, സാധാ ലിമിറ്റിന്റെ റൂളുകൾ തന്നെയാണ് ഇവിടെ ഈ രണ്ട് കേസിലും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി അടുത്ത് പറയാൻ പോകുന്ന ലിമിറ്റിലാണ് നമ്മൾ എന്ത് ചെയ്യുന്ന പുതിയ റൂളുകളൊക്കെ അല്ലെങ്കിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്, കുറച്ച് ചെയ്യുന്നതിലും ഒക്കെ കുറച്ച് ചെറിയ വ്യത്യാസങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ ഇതാണ് ലിമിറ്റ് അറ്റ് ഇൻഫിനിറ്റി എന്ന് പറയുന്നത്. ഈ രണ്ട് തരത്തിലാണ് ലിമിറ്റ് അറ്റ് ഇൻഫിനിറ്റി എന്ന് പറയുന്നത്. ഒന്ന് പ്ലസ് ഇൻഫിനിറ്റിയും ഒന്ന് മൈനസ് ഇൻഫിനിറ്റിയും. ഇതെന്ന് പറഞ്ഞാൽ ആർബിട്രറി ലാർജ്, ഇത് ആർബിട്രറി സ്മോൾ ആണ്, അല്ലെങ്കിൽ പറയാം ആർബിട്രറി ലാർജ് ഇൻ നെഗറ്റീവ് സെൻസ് എന്ന് പറയാം. അപ്പൊ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ എളുപ്പമായിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെയാണ്. പിന്നെ അടുത്ത നോക്കാം. അപ്പൊ അനദർ ലിമിറ്റ് എന്ന് പറയുന്നത്, അനദർ കൈൻഡ് ഓഫ് ലിമിറ്റ് occurs when the value of f of x becomes arbitrarily large as positive as x approaches x naught from either side. Then we write limit extends to x naught f of x equal to infinity. എന്ന് വെച്ചാൽ ലിമിറ്റ് വാല്യൂ ആർബിട്രറി ലാർജ് ആവുമ്പോൾ ഉള്ള ആ ലിമിറ്റിനെയാണ് നമ്മൾ പറയുന്നത് ലിമിറ്റ് അറ്റ് ഇൻഫിനിറ്റി. അപ്പൊ ഇത് രണ്ട് തരത്തിലുണ്ട്. അപ്പൊ ദ വാല്യൂ ഓഫ് എഫ് ഓഫ് എക്സ് ബിക്കം ആർബിട്രറി ലാർജ് ആൻഡ് പോസിറ്റീവ്. ഇത് നമ്മൾ പോസിറ്റീവ് കേസിലാണ് പറയുന്നത്. അപ്പൊ ആർബിട്രറി ലാർജും പോസിറ്റീവും ആവുന്ന കേസാണ്. അതിനെ നമ്മൾ ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക. ഏതെങ്കിലും എക്സ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു എക്സ് നോട്ടിനോട് അപ്രോച്ച് ചെയ്യുമ്പോൾ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ ആർബിട്രറി ലാർജ് ആവുകയാണെങ്കിൽ, അത് രണ്ട് സൈഡിൽ നിന്നും അപ്രോച്ച് ചെയ്യുമ്പോൾ, ലെഫ്റ്റ് നിന്നും റൈറ്റ് നിന്നും അപ്രോച്ച് ചെയ്യുമ്പോൾ ആർബിട്രറി ലാർജ് ആവുകയാണെങ്കിൽ നമ്മൾ അതിനെ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യും. ഇനി അടുത്ത കേസില്, അപ്പൊ ഈ കേസിൽ നമ്മൾ എന്താ പറയും, ലിമിറ്റ് ഡസ് നോട്ട് അല്ലെങ്കിൽ ഡസ് നോട്ട് എക്സിസ്റ്റ് എന്നാ സാധാരണ പറയാം. അല്ലെങ്കിൽ നമുക്ക് പറയാം ഇൻഫൈനൈറ്റ് ആണ് ലിമിറ്റ് എന്ന് പറയുന്നത്. എക്സിസ്റ്റ് ഇൻഫൈനൈറ്റ്ലി എന്ന് പറയാം. എക്സിസ്റ്റ് ഇൻഫൈനൈറ്റ്ലി എന്ന് നമുക്ക് വേണം പറയാം. ഇറ്റ് ഈസ് നോട്ട് എ റിയൽ നമ്പർ. ഇൻഫിനിറ്റി എന്ന് പറയുന്ന ഒരു റിയൽ നമ്പർ അല്ല. അതുകൊണ്ട് നമുക്ക് ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന് പറയാം. ഈ ലിമിറ്റ് ഇൻഫിനിറ്റിയാ കിട്ടുന്നതെങ്കിൽ നമുക്ക് ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ് അല്ലെങ്കിൽ ഇൻഫിനിറ്റ് ലിമിറ്റ് ആണെന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇൻ ദിസ് കേസ് ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു എക്സ് നോട്ട് എഫ് ഓഫ് എക്സ് ഡസ് നോട്ട് അല്ലെങ്കിൽ സ്ട്രിക്ട്ലി സ്പീക്കിംഗ് എക്സിസ്റ്റ്. എക്സിസ്റ്റ് ആണ്, കണ്ടീഷൻ ഉണ്ട്, ബ്രാക്കറ്റിൽ എഴുതുക, ഇൻഫിനിറ്റി ഈസ് നോട്ട് എ റിയൽ നമ്പർ. നമുക്ക് എക്സിസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ ഇൻഫിനിറ്റി റിയൽ നമ്പർ അല്ല, എക്സിസ്റ്റ് എന്ന് പറയാം, ഇൻഫിനിറ്റി ആണ് അതിന്റെ ലിമിറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സിമിലർലി നമുക്ക് അടുത്ത ലിമിറ്റ് ഏതാ, സിമിലർലി ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു എക്സ് നോട്ട് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി. ഇതിനെ നമ്മൾ എങ്ങനെയാ വായിക്കാം, the limit of f of x, the limit of f of x as x approaches x naught is minus infinity അല്ലെ. അപ്പോൾ അത് ഏറ്റവും ചെറുതായിരിക്കും, എഫ് ഓഫ് എക്സിന്റെ വാല്യൂ
ഏറ്റവും ചെറുതാവുന്ന അത് എപ്പോഴായിരിക്കും? x0 എന്നാണ് ഇത് ഉദ്ദേശിക്കുന്നത്. നമുക്ക് 2-3 പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് evaluate limit x tends to infinity 1/x ഉം limit x tends to minus infinity 1/x evaluate ചെയ്യാം. അപ്പോൾ ഇവിടെ f of x എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്താണ്? 1/x ആണ്. ഞാൻ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോവാണ്. ഹിയർ f of x equal to 1/x. അപ്പോൾ 1/x ഗ്രാഫ് ഒന്ന് ജസ്റ്റ് വരച്ച് കാണിക്കാം. അപ്പോൾ നമുക്ക് കൂടുതൽ ക്ലിയർ ആവും. 1/x ഗ്രാഫ് ഏകദേശം ഇങ്ങനെയാണ് പോകുന്നത്. ഇവിടെയുണ്ട്, താഴെയുണ്ടാവും. അപ്പൊ ഇത് 0. ജസ്റ്റ് കുറച്ച് പോയിന്റ് മാർക്ക് ചെയ്യുന്നതിന് കുറച്ച് പ്രശ്നമൊന്നുമില്ല. അതുപോലെ -1 അതൊക്കെ മാർക്ക് ചെയ്യാം. ഇപ്പൊ ഇവിടെ നോക്കിയാ ഇതാണ് y equal to 1/x എന്ന് പറഞ്ഞ ഫംഗ്ഷന്റെ ഗ്രാഫ്. അപ്പൊ എക്സ് ലാർജ് ആവുമ്പോ എക്സ് ബിക്കം ലാർജ് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് എക്സ് നെഗറ്റീവ്, എക്സ് ചെറുതാവുക, ഇങ്ങോട്ടാണ് എക്സ് ലാർജ് ആവുക അല്ലെ. എക്സ് ലാർജ് ആവുമ്പോ എക്സ് ബിക്കം ലാർജർ ആൻഡ് ലാർജർ 1/x എങ്ങോട്ടാ പോകുന്നത്? 1/x ഇങ്ങനെ കുറഞ്ഞാ പോകുന്നത് അല്ലെ. 1/x becomes smaller and smaller അല്ലെ. For sufficiently large values of x 1/x approaches 0 എന്ന് നമുക്ക് പറയാം. അപ്പോൾ as x becomes larger and larger y equal to f of x which is equal to 1/x becomes smaller and smaller. For sufficiently large values of x 1/x approaches to 0 അല്ലെ. 0 അടുക്കുന്നത്. ഇവിടേക്ക് അടുക്കുന്നുള്ളൂ. ഈ 0 എന്ന് പറഞ്ഞ ലൈൻ അല്ലേ ഇത്? y equal to 0 എന്ന് പറഞ്ഞ ലൈനാണ്. എന്ന് വെച്ചാൽ f of x equal to 0 എന്ന് പറഞ്ഞ ലൈനാണ്. അതിലേക്കാണ് ഇത് അടുത്ത് വരുന്നത്. അപ്പൊ therefore ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്യാം കേട്ടോ. therefore limit x tends to infinity 1/x equal to 0 നമുക്ക് പറയാം. അപ്പൊ നേരെ അടുത്ത ലിമിറ്റ് നോക്കാം. ബിയിലാണെങ്കിൽ ലിമിറ്റ് x tends to minus infinity 1/x ആണ്. എന്ന് വെച്ചാൽ എക്സ് നെഗറ്റീവ് സെൻസിലെ ലാർജ് ആവുമ്പോൾ അപ്പൊ ഈ സൈഡിലോട്ട് ഇങ്ങനെ പോവാം. As x becomes larger in the negative sense, that is x is negative and minus x become larger. x നെഗറ്റീവ് ആവുമ്പോൾ x ലാർജും നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടാണ്. minus x becomes larger. 1/x become ഇങ്ങോട്ട് പോകും. 1/x പിന്നെ ഇവിടെ ഇങ്ങോട്ട് ഈ 0 അടുത്താ വരുന്നത്. ഇങ്ങനെ പോകുന്നത്. അപ്പൊ 1/x becomes smaller and smaller. It approaches 0 എന്ന് നമുക്ക് പറയാം അല്ലെ. ഇവിടെ അതുപോലെ 0 ഇത് അപ്രോച്ച് ചെയ്യുന്നത്. അപ്പോൾ as x becomes larger in the negative sense, that is x is negative and minus x become larger, 1/x become smaller and smaller and it approaches 0. സെയിം ആൻസർ ആണ് ഇവിടെ വരിക. അപ്പോൾ therefore ലിമിറ്റ് x tends to minus infinity 1/x എന്ന് പറയുന്നത് 0 കിട്ടും. അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് ചെയ്ത് നോക്കാം. ഇവാലുവേറ്റ് ലിമിറ്റ് x tends to minus infinity രണ്ട് പോളിനോമിയൽ ക്വോഷ്യൻ ഫംഗ്ഷൻ ആണ്. 3x³ plus 2x² plus 1 divided by 4x³ minus x² plus x plus 2. അപ്പൊ ഇതിന്റെ ലിമിറ്റ് ആസ് x tends to minus infinity ആണ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ലിമിറ്റ് അറ്റ് ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി ആണ് ഇവിടെ ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ 1/x ലിമിറ്റ് നമ്മൾ കണ്ടായിരുന്നു അല്ലെ. ലിമിറ്റ് x tends to minus infinity 1/x 0 ആണ് നമുക്കറിയാം. അപ്പൊ we know that ഷോർട്ടായിട്ട് എഴുതിയതാണ്. ലിമിറ്റ് x tends to minus infinity 1/x equal to 0. 1/x ലിമിറ്റ് മൈനസ് എക്സിലേക്ക് അപ്രോച്ച് ചെയ്യും. എക്സ് മൈനസ് എക്സിലോട്ട് അപ്രോച്ച് മൈനസ് ഇൻഫിനിറ്റിയിലോട്ട് അപ്രോച്ച് ചെയ്യുമ്പോൾ അതിന്റെ വാല്യൂ 0 ആണ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു. അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്യാ? ഇവിടെ നമ്മൾ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഹയസ്റ്റ് പവർ ഏതാ എക്സിനുള്ളത്? 3 ആണ് അല്ലെ. അപ്പൊ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും എന്ത് ചെയ്യാ? x³ കൊണ്ട് ഡിവൈഡ് ചെയ്യാം.
ഡിവൈഡിങ് ബോത്ത് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ബൈ എക്സ് ക്യൂബ്. അപ്പൊ നമുക്കൊരു എക്സ്പ്രഷൻ കിട്ടും. അപ്പൊ ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ. എഴുതുക 3x³ പ്ലസ് 2x² പ്ലസ് 1 ഡിവൈഡഡ് ബൈ 4x³ മൈനസ് x² പ്ലസ് x പ്ലസ് 2. അപ്പൊ അതിനെ x³ വെച്ച് ഡിവൈഡ് ചെയ്യാണ്. എന്നുവെച്ചാൽ x³ ഞാൻ ഇവിടെ പുറത്തെടുത്തു, അതേപോലെ ഇവിടെ പുറത്തെടുക്കുക x³. ബാക്കി എന്താ ഉണ്ടാവുക? ഇവിടെ 3 ഉണ്ടാവും. ഇവിടെ x³ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ x² ഉള്ളു എടുക്കാൻ. അപ്പൊ ഒരു x കൂടെ എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? 2/x എന്ന് എഴുതാം. അപ്പൊ നമുക്ക് x³ എടുത്തല്ലോ. ഇവിടെ x³ ഇല്ല, അതുകൊണ്ട് 1/x³ എന്ന് എഴുതാം. ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ ഇതേ ഫംഗ്ഷൻ കിട്ടുന്നില്ലേ നോക്കുക കേട്ടോ. അതുപോലെ താഴെ 4x³, അതിൽ നിന്ന് x³ പുറത്തെടുത്താൽ ബാക്കി 4. x² നിന്നാണെങ്കിൽ മൈനസ് 1/x, എക്സിൽ നിന്നാണെങ്കിൽ ഇത് വരും 1/x² വരും. 2ൽ നിന്നാണെങ്കിൽ 2/x³. ഇത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കി, ഇതേ വാല്യൂ കിട്ടുന്നില്ല നോക്കാം. അപ്പൊ x³ കട്ടായിപ്പോയി. അപ്പൊ നമുക്ക് ഇങ്ങനെയാണ് ഇപ്പൊ ഫംഗ്ഷൻ കിട്ടിയേക്കുന്നത്. ഇനി നമ്മൾ ലിമിറ്റ് എടുക്കാം. ഈ റൂൾ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്തില്ല. therefore limit x tends to minus infinity 3x³ plus 2x² plus 1 divided by 4x³ minus x² plus x plus 2 which is equal to ഇതിന്റെ ലിമിറ്റ് ആയിട്ട് എഴുതാം. ലിമിറ്റ് x tends to minus infinity 3 plus 2/x plus 1/x³ divided by 4 minus 1/x plus 1/x² plus 2/x³. പിന്നെ ഈ ലിമിറ്റ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പൊ അതിന് നമുക്ക് മുന്നേ പഠിച്ച റൂളുകൾ ഡയറക്റ്റ് യൂസ് ചെയ്ത അതേ റൂൾ തന്നെ ഇവിടെ യൂസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു അല്ലെ. അപ്പൊ അതേ റൂളുകൾ തന്നെ നമ്മൾ യൂസ് ചെയ്യാം. അപ്പൊ നമുക്ക് ലിമിറ്റ് കിട്ടും. അപ്പോ ഇവിടെ കോൺസ്റ്റന്റിന്റെ ലിമിറ്റ് അല്ലെ, കോഷ്യന്റ് റൂൾ അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഓരോന്നിനായിട്ട് ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ലിമിറ്റ് x tends to minus infinity 3 വരും. ലിമിറ്റ് x tends to ഇവിടെ മൈനസ് ഇൻഫിനിറ്റി 2/x ആണ്. അപ്പൊ 2 കോൺസ്റ്റന്റ് പുറത്തെടുത്തു. അപ്പൊ 2 ഇൻറ്റു ലിമിറ്റ് x tends to minus infinity 1/x എന്ന് എഴുതാം അല്ലെ. 2 ഇൻറ്റു ലിമിറ്റ് x tends to minus infinity 1/x പ്ലസ് ഇവിടെ ലിമിറ്റ് x tends to minus infinity 1/x³ ഡിവൈഡഡ് ബൈ താഴെ എന്താ ഇവിടെ 4ന്റെ ലിമിറ്റ് 4 തന്നെ മൈനസ് 1/x ലിമിറ്റ് അല്ലെ. ലിമിറ്റ് x tends to minus infinity 1/x പ്ലസ് ലിമിറ്റ് x tends to minus infinity 1/x² പ്ലസ് 2 ഇൻറ്റു ലിമിറ്റ് x tends to minus infinity 1/x³. ഇത് കാണുന്നില്ല അല്ലെ. 2 ഇൻറ്റു ലിമിറ്റ് x tends to minus infinity 1/x³. എന്നിട്ട് ഇത് ഇവാലുവേറ്റ് ചെയ്യാം. അപ്പൊ ഇത് ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാല് ഫസ്റ്റ് 3 ആണ് മുകളിൽ. 3 പ്ലസ് 2 ഇൻറ്റു 1/x-ന്റെ ലിമിറ്റ് എന്തായിരുന്നു? 0 ആണ്. അപ്പൊ 0 വരും. അടുത്തത് ലിമിറ്റ് x tends to minus infinity 1/x³. 1/x³ ലിമിറ്റ് എന്താ? 1/x-ന്റെ ലിമിറ്റ് 0 ആണെങ്കിൽ 1/x³ ലിമിറ്റ് 0 ഡിവൈഡഡ് ബൈ താഴെ ഒരു 4 ഉണ്ട്. മൈനസ് ലിമിറ്റ് x tends to minus infinity 1/x 0 ആണ്. അടുത്ത ലിമിറ്റ് x tends to minus infinity 1/x², അതും 0 ആണ്. അടുത്ത 2 ഇൻറ്റു 0 എന്ന് വരും അല്ലെ. ഇവിടെ അതുപോലെ 2 ഇൻറ്റു 0 എന്ന് എഴുതിക്കോ, കുഴപ്പമൊന്നുമില്ല. അപ്പൊ നമുക്ക് എന്താ വരിക? ലാസ്റ്റ് 3ഉം 4ഉം മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം 0 ആയപ്പോ അപ്പൊ 3/4 കിട്ടി. ഇതാണ് നമ്മുടെ ആൻസർ കിട്ടുക. അപ്പൊ ഇതുപോലെ വേണം എല്ലാ ഫംഗ്ഷനും. ഇപ്പൊ നമ്മുടെ പോളിനോമിയൽ ഫംഗ്ഷൻ മുകളിൽ താഴെ വരികയാണെങ്കിൽ ഏറ്റവും
പവർ കൂടുതൽ ഏത് ഡിഗ്രിയാണ് കൂടുതൽ, എക്സിന്റെ പവർ ഏറ്റവും കൂടുതലുള്ള ഏതാ ആ പവറുള്ള വാല്യൂ നമ്മൾ പുറത്തെടുക്കുക, എന്നിട്ട് കട്ട് ചെയ്ത് കളയുക, സിംപ്ലിഫൈ ചെയ്യുക, എന്നിട്ട് ലിമിറ്റ് ഈ 1/x ലിമിറ്റ് വെച്ചിട്ട് ഇതിൽ അപ്ലൈ ചെയ്യാം.